നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. സംസ്കാരം ബുധനാഴ്ച നടക്കും. VSന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. ഉന്നയിക്കുന്ന വിഷയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട ജനകീയ വിഷയങ്ങളിൽ ജനപക്ഷത്തു നിന്ന് നേതാവായിരുന്നു VS. ഐക്യകേരളം രൂപപ്പെടുന്നതിനു മുമ്പ് ജന്മിത്വത്തിനും അധികാരത്തിനുമെതിരെ ഉജ്ജ്വലമായ സമരങ്ങൾ അദ്ദേഹം നയിച്ചു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട VSന് അച്ഛൻ പകർന്ന പോരാട്ട വീര്യമാണ് പിന്നീടങ്ങോട്ട് കരുത്തായത്. കമ്മ്യൂണിസത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് P. കൃഷ്ണപിള്ളയായിരുന്നു. കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട VSന്റെ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗശൈലി രൂപപ്പെട്ടതും അക്കാലത്താണ്. ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ പോലീസിന്റെ പിടിയിലായി. 17-ാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ VS പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും വൻ രാഷ്ട്രീയ ശക്തിയാക്കുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പാർട്ടിയുടെ 9 സംസ്ഥാന സമിതി അംഗങ്ങളിൽ ഒരാളായിരുന്നു VS. പാർട്ടി ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS പാർട്ടിക്കകത്തും തികഞ്ഞ പോരാളിയായിരുന്നു. പാർട്ടിക്കു പുറത്തെ എതിരാളികളെ നേരിടുന്നതിനേക്കാൾ കണിശതയോടെ പാർട്ടിക്കകത്തും ശബ്ദമുയർത്തി. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും പാർട്ടിയുടെ അച്ചടക്ക നടപടി ഭയന്ന് സ്വന്തം നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയില്ല. 2006 പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിൽ VSന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പാർട്ടി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമുയർന്നതോടെയാണ് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചത്. 20,000-ലധികം വോട്ടിന്റെ കരുത്തിലാണ് തിരഞ്ഞെടുപ്പ് ജയിച്ച് കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയത്. ആരോപണങ്ങളും വിമർശനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയെങ്കിലും അണികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു VS. നീതി നിഷേധിക്കപ്പെട്ടവരിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു നേതാവുണ്ട് എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് VS എന്ന കമ്മ്യൂണിസ്റ്റിന്റെ വിജയം. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം. മന്ത്രി V. ശിവൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1,30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കുത്തക അവസാനിപ്പിക്കുകയും അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തെ ലേലം വിളി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച അവസരത്തിലാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിമോചന സമരം നടത്തിയത്. ഇവിടെ 2ാം പിണറായി ഗവൺമെന്റ് വന്നു. വീണ്ടും ആ പിണറായി ഗവൺമെന്റിന് വീണ്ടും ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്
മാന്യമായും മാതൃകാപരമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം ഗവർണറുടെ സഹായത്തോടു കൂടി, അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗം 47 ലക്ഷം വിദ്യാർത്ഥികളും 1,92,000 വരുന്ന അധ്യാപകരും 14,000 വരുന്ന സ്കൂളും ഉള്ള ഒരു സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ. അവിടെ പരമാവധി നമുക്ക് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ചെറിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ മക്കൾക്ക് കഴിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മക്കളുടെ വിശപ്പ് മാറുന്നതിന് വേണ്ടി പാചകം ചെയ്തു വെച്ച ആഹാരത്തിൽ കല്ലും മണ്ണും വാരി എറിഞ്ഞവരെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ സ്കൂളിൽ കളിസ്ഥലം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA സൂചിപ്പിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ A സാബിറ, നസീമ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദീപ പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം നുസൈബ മുത്തുക്കാസ്, പാറക്കാട് റഫീഖ്, സ്കൂൾ PTA പ്രസിഡന്റ് ഹക്കീം, സന്തോഷ്, ദാസൻ, സേദ് കോടനാട്, പ്രധാനാധ്യാപകൻ അർമിയ മുഹമ്മദ് നസീം, മറ്റു ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴയിൽ സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാടാനക്കുറിച്ചി റെയിൽവേ മേൽപ്പാല സർവീസ് പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ 10 ദിവസമായി റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. അധികൃതരുടെ അറിയിപ്പനുസരിച്ച് ഇന്ന് പാത തുറന്നു കൊടുക്കേണ്ടതാണ്. എന്നാൽ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. പാതയിൽ ഇനിയും ഗതാഗത നിരോധനം നീളുമെന്ന് സാരം. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയത്. പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ വലിയ ദുരിതത്തിലാണ് ഇതിലൂടെയുള്ള യാത്രക്കാർ. ഇതിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലത്ത് ഉണ്ടാവാതിരുന്നതും ആക്ഷേപത്തിന് ഇടവരുത്തി. ഉദ്യോഗസ്ഥരെത്തി പ്രവൃത്തികൾ തുടർന്നാൽ മതിയെന്ന നിലപാടുമായി പ്രതിഷേധക്കാരും നിലയുറപ്പിച്ചു. ഇവിടുന്ന് പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു ആഴ്ചയിൽ ഒരു 450ഓളം ഡയാലിസിസ് രോഗികൾ, അവർക്ക് ഏക ആശ്രയം ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഷൊർണൂർ താലൂക്ക് ഹോസ്പിറ്റൽ, ഒന്നിലേക്ക് തൃശ്ശൂർ, ഈ സ്ഥലങ്ങളിലേക്കാണ്. ഇവർക്ക് 850 രൂപ ഒരു ഡയാലിസിസിന് മാത്രം വേണം. പ്ലസ് 300 രൂപ വാടനാകുറിച്ചിയിൽ നിന്ന് ഈ വള്ളുവനാട് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കണം ഓട്ടോന്. ഇപ്പോൾ അവർ 650 രൂപ കൊടുത്തിട്ടാണ് പോണത് ആ സൈഡിൽ കൂടെ. നമ്മളുടെ ആവശ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 4 വീലേഴ്സ് വിടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. 2 വീലേഴ്സോ 3 വീലേഴ്സോ കടത്തി വിടാനുള്ള ഒരു സംവിധാനം 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി തരണം എന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഓക്കെ ഷുവറാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ തെളിവ് നമ്മുടെ അടുത്തുണ്ട്. എന്നിട്ടും നമ്മൾ നിരന്തരം വിളിച്ചിട്ട് ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും എറണാകുളം രാഹുലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. രാഹുലായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ നമുക്ക് നീക്കാമെന്ന് പറഞ്ഞു. പലപ്പോഴും ഇവിടുത്തെ RDTCനെ കരാറുകാരൻ്റെ ഇതിന് ഇതാക്കിയിട്ട് ഫോൺ എടുക്കാറില്ല. തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. 3 ദിവസം കൊണ്ട് കട്ടവിരിക്കൽ പ്രവൃത്തികൾ ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കടത്തിവിടാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അതിയായ മഴയും കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും ചെറിയ 3 ദിവസം കൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ഈ വരുന്ന ആൾക്കാരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അവർ മനസ്സിലാവാത്ത ആളുകളല്ല. ആ 3 ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടക്കട്ടെ. എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ, പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അവർ മനസ്സിലാക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തോട് കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന എക്സ്റ്റൻഷൻ നമ്മൾ ബോധ്യപ്പെടണം. അതിനുശേഷം 3 വീല്, അതിന് താഴെയുള്ള വീലുകളെല്ലാം തന്നെ വൺ സൈഡ് ആയിട്ട് വിടാനുള്ള അവർ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവരുടെ സ്റ്റാഫിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഈ സ്റ്റാഫിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ വലിയ വണ്ടികളെ തിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ അവിടെയും അങ്ങനെ തീരുമാനിച്ച് പിരിയാൻ ഞാനും ഈ കാര്യത്തിൽ മേൽനോട്ടത്തിനുണ്ടാവും. പട്ടാമ്പി മുതുതലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ ചാരായവും വാഷും പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മുതുതലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ചാരായ വേട്ട. മുതുതല കോഴിക്കോട്രി പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നുമാണ് 5 പ്ലാസ്റ്റിക് ബാരലുകളിലും 2 കുടങ്ങളിലുമായി 936 ലിറ്റർ വാഷും 10 ലിറ്റർ പ്ലാസ്റ്റിക് കന്നാസിൽ 3 ലിറ്റർ ചാരായവും ചാരായം വാറ്റാൻ ഉപയോഗിച്ച വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തത്. ഉടമസ്ഥനില്ലാത്ത നിലയിലാണ് ഇത് കണ്ടെത്തിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AR രാജേന്ദ്രനും സംഘവും നടത്തിയ പരിശോധനയായിരുന്നു ചാരായവും
വാറ്റുപകരണങ്ങളും വാഷും പിടികൂടിയത്. പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, വിജയ്, ഉണ്ണി, സിഇഒ, ഡ്രൈവർ സുരേഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഓണം ഫെസ്റ്റ് 2025 വിപുലമായി സംഘാടക സമിതി രൂപീകരിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്. ഓഗസ്റ്റ് 27 മുതൽ ഒരാഴ്ചക്കാലം തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണം ഫെസ്റ്റ് 25 വിജയിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കലാമേള നമ്മൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഭയങ്കര നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. നമ്മുടെ ഷാജിയുടെ ഇരിക്കുന്നത് നല്ല അഭിപ്രായമാണ്. ഷാജി പൊതുവെ നമ്മുടെ പല കാര്യങ്ങളും നടത്തുമ്പോൾ കൃത്യമായിട്ട് വസ്തുതകളെ വിലയിരുത്തി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ തവണ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ഷാജിയൊക്കെ നമ്മളോട് രേഖപ്പെടുത്തുന്നത്. ഷാജിയെ പോലുള്ള രക്ഷിതാക്കള് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പോരായ്മകളൊക്കെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേക നമുക്കുള്ള തെറ്റുകളൊക്കെ പറ്റും, അത് നമ്മൾ തിരുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി കലാമേള നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. ഇത്തവണയിൽ നമ്മൾ നടത്തുന്നത് ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണം വിപണനമേളയുടെ ഭാഗമായി ഈ വർഷം ജ്വാല വിമൺ ഫെസ്റ്റ്, കരുതൽ ഭിന്നശേഷി ഫെസ്റ്റ്, ഒപ്പം വയോജനമേള, കുസൃതി അംഗൻവാടി ഫെസ്റ്റ്, കാർഷിക വ്യാവസായിക വിപണനമേള, കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. കൂറ്റനാട് നാഗലശ്ശേരി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ചെയർമാനും സെക്രട്ടറി K ജയചന്ദ്രൻ കൺവീനറുമായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, വിജേഷ് കുട്ടൻ, AEO പ്രസാദ് മാഷ്, C പ്രസാദ്, K രമ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനാംകുറിശ്ശിയിലെ റോഡ് നവീകരണം പൂർത്തിയായില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. പാതയിൽ ഗതാഗത നിരോധനം തുടരുന്നു. വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശിയത്. ചൂരക്കോട് അത്താണിയിൽ വെച്ചായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരായിരുന്നു കരിങ്കൊടി കാണിച്ചത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. തൃത്താല ബ്ലോക്ക് കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ചാലിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും മെഡിക്കൽ കോട്ട് വിതരണവും നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് മുൻ തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ LSS USS സ്കോളർഷിപ്പുകളെ കുറിച്ച് ഉള്ള ഒരു വിമർശനം തന്നെ കൂട്ടിക്കോളൂ. ഇത് കുട്ടികൾ നല്ല കഷ്ടപ്പെട്ട് പഠിക്കും, പരീക്ഷ എഴുതും, പാസ്സാവും. പക്ഷെ ഇതിൻ്റെ സ്കോളർഷിപ്പ് തുക ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. കിട്ടിയോ നമുക്ക്? വലിയ പ്രശ്നമാണ്. എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. LSS കിട്ടി, സ്കൂളിൽ നിന്ന് ഇതേപോലെ അംഗീകാരമൊക്കെ കിട്ടി. അതിനുശേഷം USS കിട്ടി, എന്നിട്ട് LSSൻ്റെ സ്കോളർഷിപ്പിൻ്റെ തുക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വല്ല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പല വീഴ്ചകൾ ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് എല്ലാം ഭദ്രമാണ്, എല്ലാം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനാണല്ലോ നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും എല്ലായിടത്തും ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ്. സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള പണം ലഭിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതും സ്കൂൾ യൂണിഫോമിന്റെ പണം എപ്പോഴും വൈകിപ്പിക്കുന്നതും ഖേദകരമാണെന്നും സമയബന്ധിതമായി ഇവ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബൽറാം പറഞ്ഞു.
സൊസൈറ്റി പ്രസിഡന്റ് എം സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചാലുശ്ശേരിയിലെ പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മെഡിക്കൽ കോട്ട് സമ്മാനിച്ചു. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജലീൽ നരിക്കാട്ടിൽ, കോയ മൈലാടിക്കുന്ന് എന്നിവർ ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ ഏകപാത്ര നാടകത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ഗോപിനാഥ് പാലഞ്ചേരിയെ ആദരിച്ചു. മേഖലയിൽ നിന്ന് USS LSS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സദസ്സിൽ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KM ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സൊസൈറ്റി ഡയറക്ടർമാരായ ഭാവ മാളിയേക്കൽ, MM മുഹമ്മദുണ്ണി, VK യൂസഫ്, PA ബഷീർ, PK അപ്പുണ്ണി, ഓമന പാലഞ്ചേരി, A കമലം, AV പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. സദസ്സിന് AM യൂസഫ് സ്വാഗതവും സൊസൈറ്റി സെക്രട്ടറി VV ഉഷ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി ആലിക്കരയിൽ CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെയും ആദരിക്കാനായി സംഘടിപ്പിച്ച യോഗം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും വാഗ്മിയുമായ ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ഷഹന മുജീബ്, TM കുഞ്ഞുകുട്ടൻ, പ്രയാൺ, ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. 5 വർഷത്തെ വികസന കാഴ്ചപ്പാടിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെമ്പർ ഷഹന മുജീബിനെയും ഗായകൻ ദേവരാജൻ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു. CK സുഷി അധ്യക്ഷനായി. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മ നവീകരിച്ച സ്റ്റേജ് സമർപ്പണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിന്റെ 75-ാം വാർഷികം ഓർമ്മയോളം എന്ന പേരിൽ വളരെ വിപുലമായി 2 മാസം മുൻപ് ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നിരുന്നു. തങ്ങൾ ജോലിയെടുത്ത വിദ്യാലയത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സുവർണ സ്മൃതി എന്ന സ്റ്റേജിന്റെ നവീകരണം നടത്താൻ അന്ന് ഒത്തുകൂടിയ പൂർവാധ്യാപകർ തീരുമാനിക്കുകയായിരുന്നു. പൂർവാധ്യാപക കൂട്ടായ്മയിലെ 150ഓളം പേർ ചേർന്ന് 4 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരിച്ച സുവർണ സ്മൃതിയുടെ സമർപ്പണം ജൂലൈ 22 ഉച്ചയ്ക്ക് 2 മണിക്ക് പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടക്കും. അതേ വേദിയിൽ വെച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തും. ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, സിനിമാ നടനും നാടക നടനുമായ വിജയൻ ചാത്തന്നൂർ, സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, മറ്റു ജനപ്രതിനിധികൾ, PTA, SMC അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്ന് കൂട്ടായ്മയുടെ പ്രതിനിധികളായ CM വേണുഗോപാലൻ, PV സുഭദ്ര, ഡെപ്യൂട്ടി HM PP വിനയൻ എന്നിവർ അറിയിച്ചു. കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 4-ന് മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭഗവത് സേവയും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് തൃശൂർ ശ്രീ ശിവനാരായണന്റെ രാമായണ പ്രഭാഷണവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.